എല്ലാവരും മെഡിസിന് പോകുന്നു, അല്ലെങ്കിൽ എല്ലാവരും എഞ്ചിനീയറിങ്ങിന് പോകുന്നു, അതുകൊണ്ട് ഞാനും പോകുന്നു എന്നതിനപ്പുറം 4 കൊല്ലം കഴിഞ്ഞ് നിങ്ങൾ പഠിച്ചിറങ്ങിയാൽ എന്താണ് അവസ്ഥ എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? ആലോചിക്കേണ്ടതുണ്ട്. അപ്പൊ ട്രെൻഡിന് പകരം ഒരു ട്രജക്ടറി ചൂസ് ചെയ്യുക, ഒരു പ്ലാൻ ഉണ്ടാവും. നിങ്ങളുടെ സ്കില്ലിനനുസരിച്ച്, നിങ്ങളുടെ കോൺഫിഡൻസിനനുസരിച്ച് എനിക്കെന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് കൃത്യമായി എഴുതി വെച്ച് ആലോചിച്ച് നമ്മൾ നമ്മുടെ ലൈഫിനൊരു പ്ലാൻ ഉണ്ടാക്കുക. എൻ്റെ പ്രിയപ്പെട്ട അനിയന്മാരോടും അനിയത്തിമാരോടും എനിക്ക് പറയാനുള്ളത്, ഇസ്ലാമികമായും അല്ലാതെയും വലിയൊരു തിന്മയിലോട്ട് നമ്മൾ പോകുന്നത് നമ്മൾ ശ്രദ്ധിക്കണം. എനിക്കൊരു കോഴ്സിന് പോകണം. എവിടെ? എനിക്ക് UK പോകണം. ആ കോഴ്സിന് ഫീസ് 20 ലക്ഷമാണ്. എൻ്റെ തൻ്റെ സമ്പാദ്യം മുഴുവൻ തൻ്റെ മക്കൾക്കായി നീക്കി വെച്ചിട്ട് ലോകത്തൊരു സുഖം അനുഭവിക്കാത്ത വാപ്പാനോടും ഉമ്മാനോടും പോയി പറയുന്നത്, എനിക്ക് പൈസ വേണം പഠിക്കാൻ. എത്ര? 20 ലക്ഷം രൂപ. എന്ത് ചെയ്യണം? ലോൺ എടുക്കണം. ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് ഇൻട്രസ്റ്റ് എന്ന പലിശ എന്ന ഹറാമിലോട്ടും പോയിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പോവും. എന്നിട്ടോ ആ ലോൺ ആരെ പേരില്ല? വാപ്പാൻ്റെയും ഉമ്മാൻ്റെയും പേരിൽ. എന്നിട്ട് അവരത് തിരിച്ചടക്കണം. മക്കളെ, ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. ദ ക്രഷ്ഡ് ബൈ ഡ്രീംസ്, കേരളാസ് ഓവർസീസ് എഡ്യൂക്കേഷൻ സെറ്റിംഗ് ഡെപ്റ്റ് ട്രാപ്പ് ഫോർ ഫാമിലീസ്. കഴിഞ്ഞ ദിവസങ്ങളിലെ പത്രത്തിൽ വന്ന റിപ്പോർട്ടാണ്. ബാങ്കുകളിൽ കിട്ടാക്കടങ്ങൾ വർദ്ധിക്കുന്നു. എന്താ? ആൾക്കാർ ഭീമമായ ലോൺ എടുത്തിട്ട് ആളുകൾ പഠിക്കാൻ പോവാണ്. അപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആലോചിക്കേണ്ടത്, വിദേശത്തൊരു MBBS പഠിക്കണം എന്നുണ്ടെങ്കിൽ 40-50 ലക്ഷം രൂപ ചെലവാകും. ഇവിടെ അടുത്തൊരു സോഷ്യൽ മെഡിക്കൽ കോളേജിൽ MBBS പഠിക്കണം എന്നുണ്ടെങ്കിൽ 50 ലക്ഷം രൂപയിലധികം നിങ്ങൾ ചെലവാക്കേണ്ടി വരും. ഒരു ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നിങ്ങൾ പഠിക്കണം എന്നുണ്ടെങ്കിൽ 1.5 ലക്ഷം രൂപ നിങ്ങൾ ചെലവാക്കിയാൽ മതി. എന്നാൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച മെഡിക്കൽ കോളേജ് ആയിട്ടുള്ള എയിംസിലോ ജിപ്മറിലോ പോയി പഠിക്കണം എന്നുണ്ടെങ്കിൽ വെറും 6000 രൂപ നിങ്ങൾ ചെലവാക്കിയാൽ മതി. ഒരു വർഷം 1200 രൂപയാണ് ഫീസ്. ഒരു വർഷം 1200 രൂപ. ഇവിടെ അടുത്ത മെഡിക്കൽ കോളേജിൽ, പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ പോയാൽ ഒരു വർഷം 8 ലക്ഷം രൂപ ഗവൺമെന്റ് സീറ്റിന്റെ ഫീസ് ഞാൻ പറഞ്ഞത്. അപ്പൊ അതിനെന്ത് വേണം? നമ്മുടെ മുമ്പിൽ നമ്മുടെ മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കാതെ നമ്മൾക്ക് പഠിച്ച് നേടാൻ പറ്റുന്ന സീറ്റുകൾ നമുക്ക് ചുറ്റുള്ള യൂണിവേഴ്സിറ്റികളിലുണ്ട്. അത് നേടിയെടുക്കാനുള്ള ആർജവുണ്ടോ എന്നുള്ളതാണ് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ സ്വന്തത്തോട് ചോദിക്കേണ്ടത്.